ഹല്ലേലൂയ. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് പരിശുദ്ധ അമ്മ തൻ്റെ ഇളയമ്മയായ എലീശായെ സന്ദർശിച്ച ദേവാലയത്തിന് മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്നത് വിശുദ്ധ എലിസബത്ത്, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ സ്റ്റാച്ചു ആണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മ നസറത്തിൽ നിന്ന് ഇവിടേക്ക് വരാനായിട്ട് ഏതാണ്ട് 170 കിലോമീറ്റർ നടന്നിട്ടാണ് വരുന്നത്. ആക്ച്വലി അന്ന് നമുക്കറിയാം ഇന്നത്തെ പോലുള്ള അത്യാധുനികമായിട്ടുള്ള യാതൊരു യാത്രാ സൗകര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല, റോഡ് പോലും ഉണ്ടായിരുന്നില്ല. അത്രയും കിലോമീറ്ററുകൾ നടന്ന് യാത്ര ചെയ്തിട്ടാണ് തൻ്റെ ഇളയമയുടെ അടുക്കൽ വന്നിട്ട് പരിശുദ്ധ അമ്മ 3 മാസത്തോളം താമസിച്ച് ശുശ്രൂഷ ചെയ്തത്. എലിസബത്തും വിശുദ്ധ സക്രിയായും താമസിച്ചിരുന്ന വീട് ആണിപ്പോൾ ഈ ദേവാലയമായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം തീർച്ചയായിട്ടും അന്ന് 2 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഹെറോദോസ് അന്ന് കൊല്ലുന്നപ്പോൾ എലിസബത്തിൻ്റെ കുഞ്ഞിനെ മറച്ചു പിടിച്ച ഒരു കല്ലൊക്കെ ഈ ദേവാലയത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ തൻ്റെ ഇളയമ്മയായ എലീശായെ സന്ദർശിച്ചപ്പോൾ അമ്മയുടെ അഭിവാദന സ്വരം ഇളയമ്മയായ എലീശായുടെ കാതിൽ മുഴങ്ങിയപ്പോൾ തന്നെ ഉദരത്തിൽ കടന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കുതിച്ച് ചാടി. അത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ എലിസബത്ത് തൻ്റെ കൊച്ചുമകളെക്കുറിച്ച് വാഴ്ത്തിപ്പെടുന്നതാണ് എലിസബത്തിൻ്റെ സ്തോത്രഗീതം നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മറ്റുള്ളവരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ 2 വ്യക്തികൾ കണ്ടുമുട്ടുമ്പോൾ എപ്രകാരമാണ് അവിടെ നന്മയും സ്നേഹവും ഉണ്ടാകുന്നത്. അതെല്ലാം മറന്ന് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയും എലിസബത്തും 3 മാസം ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുകയും താമസിക്കുകയും ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പോകുന്നിടങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, പ്രവർത്തന മേഖലയിലെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ പോലെ അഭിഷേകത്തോടെ ചെയ്യാനുള്ള വലിയൊരു അഭിഷേകം നമ്മുടെ മേൽ പകരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.